ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്കൊരു തേങ്ങ വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. ഇത് രണ്ട് കൈ തുമരപ്പരിപ്പാണ്. സാമ്പാർ പരിപ്പ് നല്ലപോലെ കഴുകിയതിന് ശേഷം അടുപ്പിൽ വയ്ക്കും. തുമരപ്പരിപ്പ് നല്ല കഴുകി അടുപ്പിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിരുന്ന് വേവട്ടെ. അപ്പോൾ അത് അവിടുന്ന് വേവട്ടെ. ഇതിനകത്ത് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല, വെറും സാമ്പാർ പരിപ്പും വെള്ളവും മാത്രം. അതിരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കഷ്ണം വെച്ചു. സാമ്പാറിന് എന്തൊക്കെ കഷ്ണങ്ങളാണ് വേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാ കഷ്ണങ്ങളും വേണം. ക്യാബേജും പാവയ്ക്കൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാ കഷ്ണങ്ങളും വേണം. ഇതിന് നമ്മൾ തക്കാളി പഴവും മുരിങ്ങക്കയും വെണ്ടയ്ക്കയും കുറച്ച് കഷ്ണങ്ങൾ വെന്തതിന് ശേഷമേ ചേർക്കത്തുള്ളൂ. ഈ കഷ്ണങ്ങളോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഇത്രയും 2 അല്ലി വെളുത്തുള്ളിയും നമ്മൾ ഇതിനോടൊപ്പം തന്നെ അരിഞ്ഞ് ചേർക്കും. ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കും. അത് ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും ഇതുകൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ ചേർക്കുന്ന സമയത്ത് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ബാക്കി കഷ്ണങ്ങളല്ല, സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം റൗണ്ടിലാണ് മുറിക്കേണ്ടതെന്ന് ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ല. സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ ഒരേ വലുപ്പത്തിൽ റൗണ്ടിൽ മുറിക്കുക. എന്നിട്ട് ആ കഷ്ണങ്ങളിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, ആ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ട് നമ്മളതിലേക്ക് അരിഞ്ഞ് ചേർക്കുക. ഇനി നമുക്ക് സാമ്പാറിനുള്ള തേങ്ങ വറുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വറുക്കാൻ വേണ്ടത് ഇതിനകത്ത് ഒരു വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചിയില്ല, ഒരു വെളുത്തുള്ളി, ഒരു കുഞ്ഞു സവാള, ഇത് നിങ്ങൾക്ക് 2-3 കൊച്ചുള്ളി ഇടാം. പിന്നെ ഇത്ര ഉലുവ, കുറച്ച് ഉലുവ, 1/2 ടീസ്പൂണിൽ കൂടുതൽ ജീരകം വേണം. ഒരു 3 മാത്രം, വെറും 3 എണ്ണം മാത്രം കുരുമുളക്. എത്ര കഷ്ണം ഉണ്ടെങ്കിൽ ഈ 3 കുരുമുളകേ ചേർക്കാവും. എന്നിട്ട് ഇനി 2 ടീസ്പൂൺ തേങ്ങ. ഒരുപാട് തേങ്ങ വാരിയിട്ട് വറക്കരുത്. 2 ടീസ്പൂൺ തേങ്ങയാണ് വേണ്ടത്. പിന്നെ നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇടുന്നത് കാരണം ഇത് ചൂടാകുമ്പോൾ ഒരുമിച്ച് കിടന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആ കുരുമുളകും ഇഞ്ചിയും പിന്നെ അതിലേക്കൊരു 2-2.5 ടേബിൾ സ്പൂൺ, വലിയ സ്പൂണിന് 2.5 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കും. അതിൽ കൂടുതൽ ചേർക്കരുത്. അപ്പോൾ ഇത് ചെറിയ തീയിൽ തേങ്ങ നല്ല ബ്രൗൺ ആവുന്നവരെ ഇളക്കി കൊടുക്കണം. ഞാൻ വറുത്തിട്ട് കാണിച്ചു കേട്ടോ. എൻ്റെ തേങ്ങ എല്ലാം നല്ല മുരിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ വെളുത്തുള്ളി കിടക്കുന്ന കാണുന്നത് വെളുത്തുള്ളി സവാള ഇട്ടേക്കണം കേട്ടോ. ടീസ്പൂണാണ്, 1 ടീസ്പൂണ്, 1.5 ടീസ്പൂൺ മുളക് പൊടി. എൻ്റെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, കാരണം നമ്മൾ കഷ്ണത്തിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിക്കാൻ പോകുന്നത്. 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 2 ടീസ്പൂൺ. ഇത്രയും മാത്രമാണ് നമ്മൾ മസാല ചേർക്കുന്നത്. 1.5 സ്പൂണ് മുളക് പൊടി, ടീസ്പൂണ് ഒരു കുഞ്ഞ് 1/2 ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും മാത്രമാണ്. ഇതിനകത്ത് വേറൊന്നും നമ്മളിനി ചേർക്കുന്നില്ല. ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി, നാരങ്ങയോ നെല്ലിക്ക, നിങ്ങളുടെ പുളി സാമ്പാറിന് എത്ര പുളി വേണോ അതനുസരിച്ചുള്ള പുളി നിങ്ങൾ വാളംപുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കാം. അത് വെന്തിട്ടുണ്ട്. തുമരയ്ക്കകത്തേക്ക് നമുക്ക് നമ്മുടെ സാമ്പാർ പരിപ്പിനകത്തേക്ക് നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എളുപ്പം ചെയ്യരുത്. പരിപ്പ് നല്ല വെന്തോടണം, കണ്ടോ, ഇതേപോലെ വേവണം പരിപ്പ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞ് നമ്മുടെ കഷ്ണങ്ങൾ നമുക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് മുരിങ്ങയ്ക്കും വെണ്ടയ്ക്കും തക്കാളി ഞാൻ ചേർത്തിട്ടില്ല. എന്നിട്ട് ഇത് നടക്കിയിട്ട് നടക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കഷ്ണത്തിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ലാസ്റ്റ് നമുക്ക് പിന്നെ പുളിയെല്ലാം ചേർത്തിട്ട് ബാക്കി ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, കഷ്ണം വേവാനുള്ള വെള്ളം. നമുക്ക് നല്ലോണം ഇളക്കി വെക്കുക. കഷ്ണം ഇവിടുന്ന് വേവക്കാത്തപ്പോഴത്തേന് നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കിക്കൊണ്ട് വരാം. ഓക്കെ, അരപ്പ് റെഡിയാക്കിക്കൊണ്ട് വന്നിട്ട് ഞാൻ കാണിക്കും. അങ്ങനെ നമ്മുടെ കഷ്ണം പകുതി വെന്തിട്ടുണ്ട്. പകുതി കൂടുതൽ വെന്ത് കഴിയുമ്പോൾ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോരും. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ സാമ്പാർ ഒരുമാതിരി കപ്പയൊക്കെ വേവിച്ച് പുഴുക്കാക്കി കൊണ്ടിരിക്കും. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ട് മുരിങ്ങക്ക, വെണ്ടയ്ക്ക, തക്കാളി പഴം പകുതി വെന്ത് കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മുരിങ്ങക്കയൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകും. ഇനി ഇതിളക്കി ഈ മുരിങ്ങക്കയും വെണ്ടയ്ക്കയും വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. അടച്ചു വയ്ക്കും. കഷ്ണങ്ങളെല്ലാം നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല വെന്തിട്ടുണ്ട്. മുരിങ്ങക്ക എല്ലാം നല്ല വെന്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ പരുവത്തിന് അരയ്ക്കുക. ഞാൻ വെള്ളം ചേർക്കാതാണ് തേങ്ങ അരച്ചിട്ടിരിക്കുന്നത്. എൻ്റെ മിക്സിക്കകത്ത് തേങ്ങ ഇങ്ങനെ അരയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെങ്കിൽ ഈ സാമ്പാറിന് ചേർക്കാൻ പറ്റുന്ന പുളിവെള്ളം മാത്രം അതിൽ ചേർത്തരയ്ക്കുക. പുളി വെള്ളത്തിൽ ഇടാൻ പറഞ്ഞില്ലേ, ആ പുളിവെള്ളത്തിൽ നിന്ന് കുറച്ചൊഴിച്ചിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ അതിൽ അരപ്പ് ചേർത്തിട്ടുണ്ട്. അരപ്പ് ചേർത്തിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഇതിപ്പം ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടണ്ട, ഇതിൽ നമുക്കിനി പുളിവെള്ളം ചേർക്കാറുണ്ട്. അരപ്പ് ചേർത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ പുളി പിഴിഞ്ഞ വെള്ളത്തിനകത്ത് കുറച്ച് പച്ചവെള്ളം ചൂടാക്കി ഒഴിക്കുന്നതാണ്. പച്ചവെള്ളമല്ല, ചൂടാക്കി ഒഴിക്കുക. ആവശ്യത്തിന് ജ്യൂസിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. എത്ര വേണം ഈ സാമ്പാറിൻ്റെ കട്ടി? ഇതാണ്ട് ഇത്രയും പരുവത്തിനാണോ നിങ്ങൾക്ക് വേണ്ടത്? ഇത് ഇറക്കി വെക്കുമ്പോൾ ഇച്ചിരി കൂടെ കുറുകും, ഇച്ചിരി കൂടെ കട്ടിയാവും. ആ പരുവത്തിനാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇപ്പം നിങ്ങൾ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ഓഫാക്കി വെച്ച് താളിക്കാൻ മതി. അല്ല ഇച്ചിയും കൂടെ നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെങ്കിൽ ഇച്ചിയും കൂടെ വെള്ളം ചൂടാക്കിയത് ചേർത്ത് കൊടുക്കുക. എനിക്ക് ഇച്ചിയും കൂടെ ലൂസായിട്ട് വേണം, അപ്പോൾ ഞാൻ ഇച്ചിയും കൂടെ വെള്ളം ചൂടാക്കിയത് ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത്രയും പരിവാക്കി എടുത്തിട്ടുണ്ട്.
ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്, ഇത്രയും പരുവത്തിൽ. ഇനി ഇത് കടുക് തിളച്ച് കഴിഞ്ഞിട്ട് കടുക് താളിച്ച് ഒഴിച്ചാൽ മതി. പിന്നെ നമുക്ക് സാമ്പാറിന് താളിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നമുക്ക് ഉള്ളി അരിഞ്ഞ് ഈ തരുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് 2 മുളക്, കരിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിവേപ്പില. നമ്മുടെ സാമ്പാർ വെച്ച് അടയ്ക്കുന്നുണ്ട്. അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു അച്ചാറുണ്ടെങ്കിൽ ചോറ് തിന്നാൻ പിന്നെ വേറെ കറിയൊന്നും വേണ്ട. കാരണം ഇത് തേങ്ങ വറുത്തരച്ച സാമ്പാറായതുകൊണ്ട്. അപ്പോൾ ഒരു തവണ നിങ്ങളിതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കണം. അപ്പോൾ ഇനി വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കേ.